അശോക് സാർ, ശബരിമല സ്വർണ്ണപ്പാളി വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നത്. ഈ കാട്ടിലെ തടി തേവരുടെ ആന എന്ന നിലയിലേക്ക് ദേവസ്വം ബോർഡ് മാറുന്നു. അത്തരത്തിലുള്ള ഭരണം മാറ്റണം. ദേവസ്വം ബോർഡിനകത്ത് ചില ഗൂഢനീക്കങ്ങൾ നടത്തുന്നു. അത്തരത്തിലുള്ള ആളുകളാണ് ദേവസ്വം ബോർഡിനകത്തുള്ളത് എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ ആരോപിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഗുരുതരമായ ആരോപണം എത്രത്തോളം ശരിയാണ്? വെള്ളാപ്പള്ളി നടേശൻ ഈ ശബരിമല വിവാദ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്ന ഇത്തരമൊരു രീതിയെ എങ്ങനെ വിലയിരുത്താം? വെള്ളാപ്പള്ളി പറഞ്ഞത് 100% ശരിയാണ്. അതായത് ദേവസ്വം ബോർഡിനെ പ്രൊഫഷണലാക്കി മാറ്റേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പോഴും നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഉദ്യോഗസ്ഥന്മാരുടെയും കമ്മിറ്റിക്കാരുടെയൊക്കെ ഒരു തരം കുത്തിമറിച്ചിലാണ് അവിടെ നമ്മൾ കാണുന്നത്. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. കാരണം കണിച്ചുകുളങ്ങര അമ്പലത്തിലെ ചിക്കരക്കുട്ടികളുടെ ഉത്സവം, അതായത് 13 വയസ്സിലോ 12 വയസ്സിലോ കണ്ട് താഴെയുള്ള കുട്ടികളെ അവിടെ ഭജനമിരുത്തുന്ന ഒരു വലിയ ഇവന്റ് ഉണ്ട് ആ കണിച്ചുകുളങ്ങര അമ്പലത്തിൽ. കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും ഒക്കെ ഉൾപ്പെടുത്തുന്ന ഒരു വലിയ സംഘം ആളുകൾ അവിടെ എത്തും. അവിടെ അത് വളരെ പ്രൊഫഷണലായിട്ടും ഇതുവരെ ഒരു പരാതിക്കും ഇടവരാത്ത വിധത്തിലും അദ്ദേഹം പ്രസിഡന്റായിരിക്കുന്ന കണിച്ചുകുളങ്ങര ക്ഷേത്രസമിതിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് പ്രൊഫഷണലിസം. അതിനേക്കാളും മികച്ച പ്രൊഫഷണലിസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട സൗകര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടും അതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. ഒന്നാമത്തെ സംഗതി അതാണ്. പല ക്ഷേത്രങ്ങളുടെയും വാഷ്റൂമുകൾ വളരെ മോശമാണ്. അതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് മാറ്റിയിട്ട് പിന്നെ ക്ഷേത്രത്തിന്റെ ഇതിന് പുറത്തായിട്ട് ഇവർക്ക് ഇഷ്ടംപോലെ സ്ഥലം ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ അവർക്ക് സ്ഥലം ഇല്ലാത്തതുള്ളൂ. അത്തരം സ്ഥലങ്ങളിൽ വാഷ്റൂമുകൾ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഷ്റൂമുകളാണ് ഒന്നാമതായിട്ട് വേണ്ടത്. പിന്നീട് അവിടെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭക്തർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ഒരു കാര്യം, അതിൽ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ സാധാരണഗതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്തന്മാരെ അവർ കണക്കാക്കുന്നത് ഏതാണ്ട് അടിമകളെ പോലെയോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ ഉള്ള എന്തോ നികൃഷ്ട ജീവികളാണെന്നുള്ള മട്ടിലാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ശ്രീകോവിലിൻ്റെ അകത്ത് പൂജ ചെയ്യുന്നവരെ കൃത്യമായ വൃത്തിയാക്കലുകളോ ഒന്നും ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും. പണ്ട് മറ്റേ ഓവിലൂടെ വരുന്ന തീർത്ഥം ജനം മേടിച്ചു കുടിക്കുമായിരുന്നു, എടുത്തു കുടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവര് വെള്ളിക്കിണ്ടിയിൽ ഒഴിച്ചിരുന്ന തീർത്ഥമാണെങ്കിൽ പോലും സൂക്ഷിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാവില്ലാത്ത ഒരു ഒറ്റ പാത്രങ്ങൾ അതിൻ്റെ അകത്ത് കാണില്ല. ഈ ഇവരുടെ പൂജയുടെ ഭാഗമായിട്ട് പൂജ എന്ന് പറയുന്ന വെറും ഒരു തൊഴിലായിട്ട് മാറി കഴിഞ്ഞോടുകൂടി നമ്മൾ കാണുന്നത് അവർക്ക് മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് കൈക്കൂലി വേണമെന്ന് പറയുന്ന പോലെ ദക്ഷിണയിൽ മാത്രം ഉന്നിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഈ ദേവസ്വത്തിലെ പൂജാരികളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം ഒരു പൂജയെ നടക്കുകയുള്ളൂ. അതിന് ഈ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ ഇവരുടെ സിൽബന്ധികൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. എല്ലാവരുടെയും പേരിൽ ചീട്ടെഴുതിച്ചിട്ട് ഇവർക്ക് കുറേശ്ശെ ഈ പൂജയുടെ സാധനങ്ങൾ കൊടുക്കും. ഇതൊക്കെ അൺപ്രൊഫഷണൽ, അൺഎത്തിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇതിനെയൊക്കെ പ്രൊഫഷണലൈസ് ചെയ്യണം. വളരെ ശക്തമായിട്ട് അതൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രൊഫഷണൽ മാതൃകകളിലേക്ക് നമ്മൾ പോകണം. അദ്ദേഹം പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നീടുള്ളതെന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് ആണ്. ഇപ്പൊ ശബരിമലയിലുണ്ടായ ഇഷ്യൂവിന്റെ പുറത്തെന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിങ്ങിൻ്റെ അകത്തുണ്ടായ തകരാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ സ്ഥാപനത്തിലെ അസറ്റ് ആയാലും അക്കൗണ്ട്സ് ആയാലും അത് ഡിജിറ്റലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു വൻപിച്ച ശ്രമം ഈ സർക്കാർ വന്നതിന് ശേഷം മുന്നോട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ
ഇടതുപക്ഷ യൂണിയനുകൾ തന്നെ അതിൻ്റെ അകത്ത് ഇടപെട്ട് അതിനെ അട്ടിമറിക്കാനുള്ളൊരു ശ്രമം നടത്തി. കാരണം ഈ അക്കൗണ്ട്സ് ഒക്കെ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് കിട്ടുന്ന അവർക്ക് ഉണ്ടാക്കാവുന്ന ചില സാമ്പത്തിക ലാഭങ്ങൾ നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ പറയുന്ന അസറ്റിന്റെ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് നിൽക്കും. ഇപ്പം ഇപ്പോൾ കുറേയധികം ക്ഷേത്രങ്ങളിൽ QR കോഡ് ഭണ്ണാരം QR ഭണ്ണാരങ്ങൾ ആയി തുടങ്ങിയിട്ടുണ്ട്. കാലത്തിനനുസരിച്ചുള്ള മാറ്റം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇവര് ഈ ആളുകള് പരാതി പറയുന്നത് ഭണ്ണാരത്തിൽ നിന്നും കാശ് എടുത്തോണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ എടുത്തോണ്ട് പോകുന്നു. ഭണ്ണാരത്തിൽ നിന്നൊന്നും അല്ല കാശ് പോകുന്നത്. അതൊക്കെ എന്ന് പറയുന്നത് നാണയം എണ്ണുന്നവരോ അതുപോലുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ചില്ലറ തപ്പിയെടുക്കും. അത് എന്ന് പറയുന്നത് അവര് വളരെ താഴ്ന്ന തലത്തിലുള്ള ഇതാണ്. പിന്നീടുള്ള സംഗതി എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭൂതം എന്ന് പറയുന്ന അവിടുത്തെ മരാമത്ത് വകുപ്പാണ്. അവർക്ക് യാതൊരു വിധമായ ക്ഷേത്രത്തിന്റെ ആർക്കിടെക്ചറിനെ പറ്റി യാതൊരു ധാരണയുമില്ലാത്ത ഒരു കക്ഷികളാണ് ഈ മരാമത്ത് വകുപ്പിലിരിക്കുന്നത്. അവരുടെ ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളും ലുലു മാളായിട്ടാണ് അവിടെ എല്ലാ സാധനവും കിട്ടും. അയ്യപ്പനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, ഭദ്രകാളിയുണ്ട്, ആര് വേണമെങ്കിലും ഏത് ഭഗവാനെ വേണമെങ്കിലും ലുലു മാളിൽ കയറുന്ന പോലാണ്. നിങ്ങൾക്ക് അവിടെ ഒരു അമ്പലത്തിൽ തന്നെ ഇവരെ എല്ലാം ലഭിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ അമ്പലങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് വന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അത് ഈ മരാമത്ത് കക്ഷികൾക്ക് സാമ്പത്തികം ഉണ്ടാക്കാനായിട്ട് അവർ കണ്ടുപിടിച്ചൊരു മാർഗമാണ്. കമ്മിറ്റിക്കാരെ കൊണ്ട് ഇവിടെ ഒരു കൃഷ്ണസ്വാമി ക്ഷേത്രവും കൂടെ ഭഗവാൻ ശിവന്റെ ഇടതുവശത്തോ വലതുവശത്തോ ശാസ്താവോ അല്ലെ കാളിയോ ആരെങ്കിലുമൊക്കെ പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കമ്മിറ്റിക്കാരെ ഏരികേറ്റി അവരെ കൊണ്ടൊരു പ്രപ്പോസൽ ഉണ്ടാക്കിച്ച് അതിനു വേണ്ടിയിട്ടുള്ള മരാമത്ത് പണി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കുശാലാണ്. മകളുടെ കല്യാണം നടത്താം, വീട് വെക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മരാമത്തുകാർക്ക് ചെയ്യാം. ഇവിടെ അടുത്ത് ഒരു വളരെ പുരാതനമായ ക്ഷേത്രം, ഏതാണ്ട് 200 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രം, ഒരു ദിവസം നോക്കുമ്പോൾ ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് ലോറി കൊണ്ടുപോകാനായിട്ട് മതിൽ പൊളിച്ചു കൊടുത്തിരിക്കുന്നു. അതിനെതിരെ ഈ മരാമത്തുകാർ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം അങ്ങ് നടക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഈ മതിലിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പുരാതനമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഉണ്ടാക്കിയ മതിലാണ്. അതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു സംഗതി മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്ര ഗോപുരങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെന്ന് പറയുന്നത് അവരുടെ കോൺട്രാക്ടറുടെ മനസ്സിലുള്ള ഗോപുരമാണ്, അല്ലാതെ ആ ക്ഷേത്രത്തിന്റെ താന്ത്രികതയ്ക്കോ ആർക്കിടെക്ചറിനോ ചേർന്ന ഗോപുരങ്ങളൊന്നുമില്ല. ഇത്തരം ഗോപുരങ്ങളൊക്കെ പൊളിച്ചു പണിയേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം അതിനൊരു വ്യത്യാസം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ചെങ്ങന്നൂര് അമ്പലത്തിൽ പോയി നോക്കാമെങ്കിൽ ഇപ്പോഴും ഭാഗ്യത്തിന് എന്തോ ഒരു ദൈവാധീനത്തിന് ചെങ്ങന്നൂർ അമ്പലത്തിന്റെ വാതിൽ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ദേവസ്വം ബോർഡിന് ചെയ്യാവുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന താളിയോലകളുടെയൊക്കെ ഒരു ആർക്കൈവുകൾ ഉണ്ടാക്കുകയായിരുന്നു. ക്ഷേത്ര ആചാരങ്ങളുടെയൊക്കെ ആർക്കൈവുകൾ ഉണ്ടാക്കാം. അത് അവർ ചെയ്തില്ല. ഇതൊക്കെ പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ഈ പറയുന്ന ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങൾക്കും സ്വന്തമായിട്ട് ചാനലുകളുണ്ട്. ഇവർക്ക് ദേവസ്വം ബോർഡിന് എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ? അവിടുത്തെ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ നിരന്തരം 24 hours ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ഞാൻ വളരെ ഒരു 4-5 വർഷം മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസറോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നത് ഇതിന്റെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത്. സെക്യൂരിറ്റി ഇഷ്യൂ അല്ല, ബാക്കിയുള്ള ചാനലുകാർക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് വഴങ്ങിക്കൊടുക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി സാർ പറഞ്ഞ വളരെ 100% കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയാലും കേരളത്തിലെ മറ്റ് ദേവസ്വം ബോർഡുകളായാലും തീർച്ചയായിട്ടും പ്രൊഫഷണലിസത്തിലേക്ക് പോകണം, കാലത്തിനനുസരിച്ച് മാറണം. ഭക്തിയുടെ കാര്യത്തിൽ ഭക്തി മനസ്സും തമ്മിലുള്ള കാര്യമായതുകൊണ്ട് ഭക്തിയുടെ കാര്യത്തിലൊന്നും ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. പൂജകൾ കൃത്യമായിട്ട് ചെയ്യണം. അത്
പ്രൊഫഷണലായിട്ട് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കണം. അതിന് വേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ പൂജാരികൾക്ക് തുടർച്ചയായിട്ടുള്ള എന്താണ് വേദപഠനം, ഇവര് ആശ്രയിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്, അതിലുള്ള പഠനങ്ങൾ, വേദത്തിന്റെ എന്താണ് ഉച്ചരിക്കൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രൊഫഷണൽ ടച്ച് വരുന്നത്. ആ വിധത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകണം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന് എതിരെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വിമർശനമായിട്ട് എടുക്കാം. അദ്ദേഹം പറയുന്നത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാനായിട്ട് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചതുപോലെ വളരെ പ്രൊഫഷണലായ ഒരു രീതി ദേവസ്വം ബോർഡിൽ അത്യാവശ്യമാണ്. തീർത്തും അലംഭാവമായ ഒരു നടപടിയാണ് ദേവസ്വം ബോർഡ് പലപ്പോഴും ശബരിമലയുടേതുൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പോലും കൃത്യമായി ഇടപെടാനോ വേണ്ട രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കാനോ വേണ്ട രീതിയിൽ ആ വിഷയത്തെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും അഡ്രസ് ചെയ്യാനോ പോലും സാധിച്ചിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ ഗുരുതരമായ പിഴവുകൾ ദേവസ്വം ബോർഡിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിനകത്ത് ഗൂഢമായ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണം. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു അശോക് സർ.